ഇത് എന്ത് ചെടിയാ? ഇത് വെള്ളാൽ എന്ന് പറഞ്ഞൊരു ചെടിയാ. വെള്ളാൽ ആലിന്റെ വംശത്തിൽപ്പെട്ടതാണ്. ആലിന്റെ ഇല പോലെ ഉണ്ട്, ആലില പോലെ അല്ലേ? ആലില പോലെ ഏതാണ്ട് അതിന്റെ ഒരു വംശത്തിൽപ്പെട്ട വെള്ളാൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കട്ട് ചെയ്ത് നിർത്തുന്ന ചെടിയാണ്. ഇതിന് കായ്കളൊന്നും ഉണ്ടായിരുന്നില്ല, പൂവില്ല. ഇത് കാണാൻ ഭംഗിയായിട്ട് തോന്നും. നമ്മൾ നല്ല ഭംഗിയായിട്ട് ഏത് ഷേപ്പ് വേണമെങ്കിലും കട്ട് ചെയ്ത് നിർത്താവുന്ന ഒരു ചെടിയായിട്ട്. നല്ല തിക്കായിട്ട് ഇലയുണ്ട് അല്ലേ? ഇലയായിട്ട് തിക്കായിട്ട്. ഏത് ഉയരത്തിൽ? രണ്ടെണ്ണം ഉണ്ട്. ഇതും കൊണ്ട് എന്താ അന്നേരം ഇത് കാഴ്ചയ്ക്ക് ഭംഗിയാണോ? ആക്ച്വലി ഞാൻ ഇത് ഭംഗിക്ക് വേണ്ടി കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഇഷ്ടംപോലെ കിളികൾ വന്ന് കൂട് കൂട്ടി മഴക്കാലത്ത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ പൂച്ചയോ മറ്റു കാര്യങ്ങളിലെ ശല്യങ്ങൾ ഒഴിവാകാൻ അവർ കൂട് കൂട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് പൂച്ചയ്ക്ക് കയറത്തില്ല, അതുപോലെ തിക്കായിട്ട് നിൽക്കുക. ഇതിന്റെ ഈ കമ്പ് വരെ കയറി കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് തിക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് കയറത്തില്ല. നമുക്ക് അകത്തോട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അതെ, നമുക്ക് നോക്കിയാൽ പോലും നമ്മുടെ കൈ പോലും ഇടത്തില്ല, അതുപോലെ തിക്കായിട്ട് നിൽക്കുക. ഈ കുരുവി പോലത്തെ കുഞ്ഞുങ്ങൾ വന്ന് അതിനകത്ത് കൂട് കിട്ടും. ഇഷ്ടംപോലെ കുഞ്ഞു 3, 5, 6 കൂടുകളൊക്കെ കാണും. അത് ശരി. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ടായിട്ട് അതുങ്ങൾ ഈ രാവിലെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഈ ഇന്റർനെറ്റിന്റെ കേബിളിലും അല്ലെങ്കിൽ കറണ്ടിന്റെ കേബിളിലെല്ലാം ഇങ്ങനെ നിരന്നിരിക്കും. നല്ല ഭംഗിയാ കാണാൻ. എന്നിട്ടിങ്ങനെ അവർ വർത്താനം പറയുന്നത് ചലിച്ചോണ്ടിരിക്കും. അതായത് നമുക്ക് പക്ഷിയെ വളർത്താൻ വേണ്ടിയുള്ള ഒരു സംവിധാനം അല്ലേ? പക്ഷിക്ക് വന്നിരുന്ന് മുട്ടയിട്ട് അവർക്ക് പറന്നു പോവാം. നമ്മൾ അതിനെ പിടിച്ചു കിട്ടുന്നില്ല, നമുക്ക് നോക്കാൻ പോലും വരികയില്ല. അകലെ നിന്ന് കണ്ട ആസ്വദിക്കുകയുള്ളൂ. അത്രേ ഉള്ളൂ. വെള്ളാൽ. പിന്നെ നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണെങ്കിൽ പോലും പക്ഷിക്കുഞ്ഞുങ്ങളുള്ള സമയത്ത് കട്ട് ചെയ്യുന്ന ഈ കൂട് ഈ പ്ലാന്റ് ഇളകാതെയാണ് കട്ട് ചെയ്യുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടി കട്ടർ ഉപയോഗിച്ച് പയ്യെ കട്ട് ചെയ്ത് മാറ്റും.